ലക്ഷദ്വീപുകാരായ ദമ്പതികളുടെ പൊന്നോമനകൾക്ക് പുതുജീവൻ സമ്മാനിച്ച് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ 5 മാസത്തെ വിദഗ്ധ ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയും കെടാതെ കാത്തത് ഇരു കുരുന്നുകളുടെയും ജീവൻ. സൗജന്യമായിരുന്നു ചികിത്സ. 2023 ഓഗസ്റ്റ് 17 ലക്ഷദ്വീപ് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് 6.5 മാസം ഗർഭിണിയായ യുവതിയെ ഹെലികോപ്റ്ററിൽ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവിടെ അമ്മയ്ക്ക് അപകടമില്ലാതെ 2 കുഞ്ഞുങ്ങളെയും ജീവനോടെ പുറത്തെടുക്കാനുള്ള ശ്രമം വിജയിച്ചു. 685 ഗ്രാമും 800 ഗ്രാമും മാത്രം തൂക്കമുണ്ടായിരുന്ന ആൺകുഞ്ഞുങ്ങളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഒരാഴ്ച കഴിഞ്ഞ് 1.5 മാസം ഓക്സിജൻ സഹായത്തോടെ തീവ്രപരിചരണത്തിലായി. ഇക്കാലയളവിൽ കുഞ്ഞുങ്ങൾക്ക് ശ്വാസതടസ്സവും തലച്ചോറിൽ രക്തസ്രാവവും ഉണ്ടായി. നവജാത ശിശു പരിപാലന ICU ഇൻചാർജ് ഡോക്ടർ സിന്ധു തോമസ് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും രാപ്പകലില്ലാത്ത കുഞ്ഞുങ്ങൾക്കുള്ള പരിചരണവും ശുശ്രൂഷയും നൽകി. പതുക്കെ കുഞ്ഞുങ്ങൾ വളർന്നു, തൂക്കം വർദ്ധിച്ചു. ഇതിനിടെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശ അണുബാധ ഉണ്ടായപ്പോൾ ഓക്സിജൻ നൽകുന്നത് പുനരാരംഭിച്ചു. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും മികച്ച ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയും മറികടന്നു. 3ഉം 2ഉം കിലോ വീതം തൂക്കവുമായി കുഞ്ഞുങ്ങളെ വിടുതൽ ചെയ്തു. ലക്ഷങ്ങൾ ചെലവ് വരുന്നതും പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ചികിത്സ മെഡിക്കൽ കോളേജിൽ സൗജന്യമായി നൽകുകയും വിഷമഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് സ്വാന്തനമേകുകയും ചെയ്ത മെഡിക്കൽ ടീം അംഗങ്ങളെ കുടുംബാംഗങ്ങൾ നന്ദിയും സ്നേഹവും അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ വളരെ തിരക്കേറിയ സ്ത്രീ ശിശുരോഗ വിഭാഗത്തിൽ മികച്ച ഡോക്ടർമാരുടെ സേവനവും സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്.